നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനും ജീവിതത്തിൽ വിജയം കരഗതമാക്കുന്നതിനും സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു ബാക്കി എന്ന നിലക്കാണ് ഈ വീഡിയോയും നാം ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിലായി നാം ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടുക, നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നത് ഒരു രാത്രി വെളുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതല്ല. അതിന് ആവശ്യമായിട്ടുള്ള സമയങ്ങൾ എടുക്കും. ട്രാൻസ്ഫോമിംഗ് യുവർ ലൈഫ് എ ജേർണി ദാറ്റ് റിക്വയർ ഡെഡിക്കേഷൻ. സമർപ്പണം അനിവാര്യമായിട്ടുള്ള ഒരു യാത്രയാണ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. ജീവിതത്തിൽ വിജയം കണ്ടെത്തുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പരിപൂർണമായി സമർപ്പിച്ച് നമ്മുടെ എല്ലാ ശ്രദ്ധയും എല്ലാ ഫോക്കസും ആ ലക്ഷ്യത്തിലേക്കാക്കിക്കൊണ്ട് അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാൻ നാം തയ്യാറാകണം. സെൽഫ് അവയർനെസ്സും കൺസിസ്റ്റന്റ് ആക്ഷനുമാണ് നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന വാഹനങ്ങൾ. സ്വന്തത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും നിരന്തരമായ പ്രവർത്തനവുമാണ് ഈ യാത്രയിൽ നമുക്ക് ഊർജമായി മാറേണ്ടത്. അതിനെ സഹായിക്കുന്ന 7 കാര്യങ്ങളെയാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 3-4 കാര്യം ഈ വീഡിയോയിലും ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും നാം ഡിസ്കസ് ചെയ്യും. അതിൽ ഒന്നാമതായി സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. നമ്മളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. നമ്മളെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് വേണം. നമ്മളെന്താണ്, നമുക്കെവിടെ വരെ എത്താൻ കഴിയും എന്ന ഒരു ധാരണ നമ്മളിലുണ്ട് എങ്കിൽ പിന്നീട് നാം ചെയ്യേണ്ടത് ഒരു ഗോൾ സെറ്റിംഗ് ആണ്. ഒരു ലക്ഷ്യത്തെ സെറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ആഗ്രഹത്തെ നമുക്ക് എത്തിപ്പിടിക്കേണ്ട ആ ലക്ഷ്യത്തെ കൃത്യമായ രീതിയിൽ നാം സെറ്റ് ചെയ്യണം. സമയമെടുത്ത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ അഭിരുചികൾ എന്തൊക്കെയാണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തേണ്ട മാറ്റങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുകയും അതിനെ മനസ്സിലാക്കുകയും ഏത് ഏരിയയിലാണ് നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താൻ, വിജയത്തിലേക്ക് എത്താൻ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നാം വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ വളർച്ചയ്ക്കു നിദാനമായി ഏതു ഏരിയയിലാണ് നാം കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് കണ്ടെത്തുകയും ചെയ്യുക. നാം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ, നമുക്ക് എത്തിപ്പിടിക്കേണ്ട മേഖലയെ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ചട്ടക്കൂട്ടിലൂടെ നാം അതിനെ നോക്കിക്കാണണം. സ്മാർട്ട് ഗോൾ ആയിരിക്കണം. സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവന്റ് ആയിരിക്കണം, ടൈം ബോണ്ട് ആയിരിക്കണം. നമുക്ക് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഇന്നതാണ് എൻ്റെ ലക്ഷ്യം. ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന്. ആ രീതിയിലല്ല, മറിച്ച് എനിക്ക് ജീവിതത്തിൽ ഇന്നതാകണം എന്ന ഒരു ലക്ഷ്യം നമ്മൾക്കുണ്ടാകണം. കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, അത് മെഷറബിൾ ആയിരിക്കണം. എൻ്റെ ലക്ഷ്യം ഇന്നതാണ്, അത് ഇന്ന രീതിയിലുള്ളതായിരിക്കണം, ഇത്ര വലുതായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പവും അതിൻ്റെ തൂക്കവും ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് കഴിയണം. അതിൻ്റെ എണ്ണവുമൊക്കെ കൃത്യമായി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഉദാഹരണത്തിന് എനിക്കൊരു പണക്കാരനാകണം, അല്ല എങ്കിൽ ഒരു ബിസിനസ്സുകാരനാകണം എന്ന് നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ എത്ര പണം, അല്ല എങ്കിൽ ഏതു തരത്തിലുള്ള എത്രത്തോളം വലിയ ബിസിനസ്, അത് കൃത്യമായി നമുക്ക് അളക്കാൻ കഴിയണം. അളന്നു തിട്ടപ്പെടുത്തിയിട്ടായിരിക്കണം നാം നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ഗോളിനെ നാം സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ അത് അച്ചീവബിൾ ആയിരിക്കണം. നമുക്ക് എത്താൻ കഴിയുന്ന ഒരു ഗോൾ ആയിരിക്കണം. നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സ്ഥിതികൾ, നമ്മുടെ ശാരീരിക ഫലങ്ങൾ, നമ്മുടെ കഴിവുകളൊക്കെ കൊണ്ട് നമുക്ക് കൃത്യമായി അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഗോളാണ് ഇത് എന്ന്, നമുക്ക് ലക്ഷ്യമാണ് എന്ന് കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. അതോടൊപ്പം നമ്മുടെ ഗോള് റെലവന്റ് ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്കൊരിക്കലും നടക്കാത്ത ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നതിന് പകരം കൃത്യമായി റെലവൻ്റായ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നാം ലക്ഷ്യമായി ഗോളായി സെറ്റ് ചെയ്യേണ്ടത്.
ആൻഡ് ടൈം ബോണ്ടായിരിക്കണം. നാം ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു, ആ ലക്ഷ്യത്തെ, ആ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ട് ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ എൻ്റെ ഈ ലക്ഷ്യം പൂർത്തിയാക്കും, അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ട് ആ വലിയ ഗോളിനെ മാറ്റുകയും അച്ചീവ് ചെയ്യേണ്ട ആ ഒരു സമയത്തെ ഒരു ടൈം ബോണ്ട് നിശ്ചയിക്കുകയും ആ സമയത്തിനുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്ത് തീർത്തിരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടി കഠിനമായി അധ്വാനിക്കുകയും ചെയ്യണം. അങ്ങനെ സ്മാർട്ട് എന്ന ഈ ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്ന ഒരു ഗോള് നാം സെറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് നാം അതിനെ വിഷ്വലൈസ് ചെയ്യുകയും ഇമാജിൻ ചെയ്യുകയും ചെയ്യുക. ആ ഗോളിലേക്ക് എത്തിപ്പെടുന്നതും ആ ഗോളിലേക്ക് നാം എത്തിയതായും അതിൻ്റെ സുഖ സൗകര്യങ്ങളെ നാം അനുഭവിക്കുന്നതായും നമ്മുടെ സന്തോഷങ്ങൾ അതിലൂടെ നമുക്ക് ലഭിച്ചതായും ഒക്കെ നാം കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യണം. അത് ഇമാജിൻ ചെയ്യുന്നതിലൂടെ, വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ, അത് നമ്മുടെ മനക്കണ്ണിൽ അങ്ങനെ കാണുന്നതിലൂടെ പ്രവർത്തനക്ഷമതയോടുകൂടി നമ്മുടെ ഗോളിന്റെ കൂടെ നിൽക്കാൻ നല്ല ഒരു മോട്ടിവേഷനായി മാറുമത്. അങ്ങനെ നാം നമ്മുടെ ഗോൾ ക്ലിയറായി സെറ്റ് ചെയ്തതിന് ശേഷം കൾട്ടിവേറ്റ് എ ഗ്രോത്ത് മെന്റാലിറ്റി, ഒരു ശക്തമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള വളരുന്നവന്റെ ഒരു മാനസികാവസ്ഥ നാം സ്വയം സൃഷ്ടിച്ചെടുക്കണം. നാം അതിനുള്ള വിത്തുപാകണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അങ്ങനെ ഗ്രോത്ത് മെന്റാലിറ്റിയുള്ള ആളുകൾ എവിടെയെങ്കിലും ചില പാളിച്ചകൾ പറ്റിയാൽ നിരാശപ്പെടില്ല. എവിടെയെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റിയാൽ അതിനെ ഓർത്ത് എല്ലാം അവസാനിപ്പിച്ചു പോകില്ല. പകരം പരാജയത്തെയും തെറ്റുകളെയും തെറ്റുപറ്റുന്നതിനെയും ഒക്കെ അതിൽ നിന്ന് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താനും മുന്നോട്ടു പോകാനുമുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണുകളായി അതിനെ ഉപയോഗിക്കും. അങ്ങനെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും തിരുത്തി വീണ്ടും വീണ്ടും വിജയിക്കുന്നത് വരെ മുന്നേറാനുമുള്ള ഒരു ഗ്രോത്ത് മെന്റാലിറ്റി നാം സൃഷ്ടിച്ചെടുക്കുക. ജീവിത വിജയത്തിന് മൂന്നാമതായി സഹായിക്കുന്ന ഒന്ന്, പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. നമ്മുടെ സ്വന്തത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ നാം നിരന്തരമായി ചെയ്യുക. നമുക്ക് നാമേ ഉള്ളൂ, നല്ല ആരോഗ്യം നമുക്ക് വേണം. ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. നല്ല എക്സസൈസ് ചെയ്തുകൊണ്ടും നല്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടുമൊക്കെ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ നാം സംരക്ഷിക്കുകയും അതോടൊപ്പം നമ്മുടെ മാനസിക ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ചെറിയ ചെറിയ വിഷയങ്ങളിൽ ടെൻഷൻ അടിക്കുകയും ഡിപ്രഷൻ മൂഡിലേക്ക് പോകുകയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് പ്രയാസപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്മാറുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇമോഷനുകളെ മാറ്റിയെടുത്തുകൊണ്ട് എപ്പോഴും പോസിറ്റീവായി നിൽക്കാനും എന്തിനേയും തരണം ചെയ്യാനുമുള്ള ഒരു മാനസിക അവസ്ഥ നാം കരഗതമാക്കുക. അതിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം, മെഡിറ്റേഷൻ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ യോഗ പോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യാപൃതരാകാം. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായി നമുക്ക് സമയം ചിലവഴിക്കാം. അല്ല എങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് ജോയ് നൽകുന്ന, നല്ല സന്തോഷം നൽകുന്ന ഹോബീസുകളെ കണ്ടെത്താം, അതിൽ വ്യാപൃതരാകാം. നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നയിക്കുന്ന നല്ല നല്ല കാര്യങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. ജീവിത വിജയത്തിന് സഹായിക്കുന്ന, ജീവിതത്തിൽ മാറ്റം വരാൻ സഹായിക്കുന്ന നാലാമത്തെ കാര്യം, ബിൽഡ് പോസിറ്റീവ് ഹാബിറ്റ്സ്. നല്ല നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ഭാഗമാക്കുക. നമുക്ക് വിജയം നൽകുന്ന, നമ്മുടെ പേഴ്സണാലിറ്റിയെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള പ്രയത്നങ്ങൾ നടത്തുക. ചെറിയ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച് വലിയ വലിയ സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക്, ആഗ്രഹത്തിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഡെയിലി റൊട്ടീൻ, ഒരു ജീവിത ശൈലി നാം രൂപപ്പെടുത്തി കൊണ്ടു നടക്കുക. നമ്മുടെ വിജയങ്ങളെ മോണിറ്റർ ചെയ്യുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാ ദിവസവും കണക്കെടുക്കുകയും നമ്മുടെ വളർച്ചയുടെ ഒരു മെഷർമെന്റ് എല്ലാ ദിവസവും നാം നോക്കുകയും
നമ്മുടെ സ്വഭാവത്തെ നമ്മൾ തന്നെ മാറി നിന്ന് വീക്ഷിക്കുകയും നമ്മുടെ എല്ലാ അച്ചീവ്മെന്റുകളെയും ഏറ്റവും ചെറുതാണ് എങ്കിൽ പോലും അതിനെയെല്ലാം ആഘോഷമാക്കുകയും ചെയ്യുക. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുകയാണ് എങ്കിൽ 2025 എന്ന പുതിയ വർഷം, വരാനിരിക്കുന്ന നാളുകൾ നമ്മുടെ ഭാഗ്യവർഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ, ജീവിതത്തിന് മാറ്റം വരുത്തുന്നതിനെ സഹായിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കിയായി 3-4 കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.